നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് പാരാമീറ്റേഴ്സ് ആണ്. സോ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷനിലോട്ട് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് അഥവാ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഉദാഹരണമായി എനിക്കിവിടെ ജോൺ എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഗുഡ് മോർണിംഗ് ജോൺ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ലഭിക്കണമെന്ന് കരുതുക. സോ അങ്ങനെ ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യമായി ഒരു പാരാമീറ്റേഴ്സ് ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഈ മെസ്സേജ് എന്ന് പറയുന്ന ഇതിനുള്ളിൽ വന്നതിന് ശേഷം ഈ ബ്രാക്കറ്റിനുള്ളിൽ വന്നതിന് ശേഷം നമ്മളൊരു പേരാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ നമ്മൾ സ്ട്രിങ് ആണ്. സോ സ്ട്രിങ് നമ്മൾ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നു. സോ ഇവിടെ കൊടുക്കുന്ന ഈ വേരിയബിളിനാണ് നമ്മൾ പാരാമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഗുഡ് മോർണിംഗ് ഈ പേരാണ് ലഭിക്കേണ്ടത്. നമ്മൾ ഏത് പേരാണോ കൊടുക്കുന്നത് ആ പേര് ലഭിക്കണം. സോ നമ്മളിവിടെ ഗുഡ് മോർണിംഗ് നെയിം എന്ന് കൊടുക്കുന്നു, ഇതുപോലെ കൊടുക്കുന്നു. സോ ഇനി നമ്മൾ ഈ പേര് നമുക്ക് എങ്ങനെ പാസ് ചെയ്യാം? സോ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ പേര് കൊടുക്കുന്നു. ഉദാഹരണമായി ഞാനിവിടെ ജോൺ എന്ന് കൊടുക്കുന്നു. സോ ഇങ്ങനെ നമ്മുടെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെ ആണ് നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻ്റ് സ്വീകരിക്കുന്ന ആ ഒരു വേരിയബിളിനെ നമ്മൾ പാരാമീറ്റർ എന്നും വിളിക്കുന്നു. സോ ഇനി നമ്മൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് മോർണിംഗ് ജോൺ എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കുന്നു. അതുപോലെ നമ്മളിവിടെ അനിൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് അനിൽ എന്ന് പറയുന്ന റിസൾട്ട് വരുന്നു. സോ ഇത്തരത്തിൽ നമുക്കൊരു ഫംഗ്ഷനിൽ ആർഗ്യുമെൻ്റ് ആൻഡ് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇനി നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. രണ്ട് സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ആണ്. ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്നു. സോ നമ്മുടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. അതിനുശേഷം നമ്മുടെ ഫംഗ്ഷൻ നെയിം സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ശേഷം നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ബ്ലോക്കിനുള്ളിൽ നമ്മൾ സി ഔട്ട് എ പ്ലസ് ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊടുക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സ് കൊടുത്തു, എ ബി. ഇനി നമുക്ക് ഫംഗ്ഷൻ ഇവിടുന്ന് കോൾ ചെയ്യാം സം. അതിനുള്ളിൽ നമ്മൾ രണ്ട് വാല്യൂ കൊടുക്കേണ്ടതുണ്ട്, 10, 20 എന്ന് പറയുന്ന രണ്ട് വാല്യൂ കൊടുക്കുന്നു. സോ നമുക്ക് 30 എന്ന് പറയുന്ന റിസൾട്ടാണ് ലഭിക്കേണ്ടത്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കുന്നു. സോ അതുപോലെ നമുക്ക് മറ്റൊരു രണ്ട് വാല്യൂ കൂടി പാസ് ചെയ്യാം, സം 100, 300. റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ രണ്ട് തവണ ഫംഗ്ഷൻ കോൾ ചെയ്തു. ആദ്യത്തെ ഫംഗ്ഷൻ്റെ റിസൾട്ട് 30, 10 + 20 30. രണ്ടാമത്തത് 100 + 300 400. സോ ഇത്തരത്തിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സും ആർഗ്യുമെൻറ്റ്സും നമുക്ക് നമ്മുടെ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.